ഹായ് നമസ്കാരം. മാർക്കറ്റ് പേഴ്സിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്രയുടെ ഇടയിലായി പോയി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാനതവിടെ വന്നതാണ്. മാർക്കറ്റ് അത്യാവശ്യം ഒരു ബോട്ടം ഹിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ആ ബോട്ടം 22,800 ആയിരുന്നു അതിൻ്റെ ബോട്ടം. എന്നാൽ ആ ബോട്ടത്തിന് തൊട്ട് മേളിൽ വെച്ചിട്ട് ബയേഴ്സ് വരികയും ബയേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്ത 3 സ്റ്റോക്സാണ്. ഒന്ന് HDFC ബാങ്ക്, റിലയൻസ് ആൻഡ് ICICI ബാങ്കിൽ, അതായത് ഏറ്റവും ടോപ്പിലുള്ള 3 ഹെവി വെയ്റ്റ് സ്റ്റോക്സിനകത്ത് ഇൻപുട്ട് കൊടുത്തുകൊണ്ട് മാർക്കറ്റിനെ മേളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് സംഭവിച്ചത്. അപ്പോൾ മാർക്കറ്റ് മേളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും പലയിടത്തുണ്ടായിരുന്ന പല പൊസിഷൻസ് ഷോർട്ട് കവറിങ് ആവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഗ്രൂപ്പിനുള്ളിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നതാണ്. മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ചെറിയൊരു ബയറിൻ്റെ ഒരു മൊമെൻറ്റം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഷോർട്ട് കവറിങ് റാലിക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഇന്നലെ ലിറ്ററലി അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്നലെ 24,000 നിന്ന് 24,100 നമ്മൾ ഓപ്പൺ ചെയ്തത് 180 ഓപ്പൺ ചെയ്തിട്ട് 100 ഹിറ്റ് ചെയ്തു. അപ്പോൾ 180 നിന്ന് 240 വരെ പോയി. അതെനിക്ക് പേഴ്സണലി ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. 240 നിന്ന് 280 വരെ പോയിട്ട് 280 നിന്ന് തിരിച്ച് അത് 100 വന്നു. അപ്പോൾ 240 താഴെ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും പൊസിഷൻ എടുത്തു. 100 എത്തിയപ്പോഴേക്കും സ്ക്വയർ ഓഫ് ചെയ്തു. അതിനുശേഷം അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള 23,000 ഇല്ലെങ്കിൽ 22,960 കൃത്യമായിട്ട് വന്ന് അവിടെ ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് വീണ്ടും വന്നു 23,100 മേളിൽ പോയി. ഓക്കെ, അടുത്ത് 23,240 വരെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡും അവിടെ ലിറ്ററലി സംഭവിച്ചു. അതിന് മേളിലേക്ക് കയറി പോയതെന്ന് പറഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലിൽ ഒറ്റ ക്യാൻഡിലിൽ അത് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ട്രേഡ് പേഴ്സണലി എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമതൊരു മൊമെൻറ്റം കിട്ടും എന്നുള്ളത്, അതായത് ഷോർട്ട് കവറിങ് റാലി വരും എന്ന് എക്സ്പെക്ട് ചെയ്തില്ല. മാർക്കറ്റിൽ ബയ്യർ വന്നപ്പോൾ അതിനുള്ളിൽ ഒരു ട്രേഡ് എടുത്തിട്ട് അത് എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ ലിറ്ററലി സംഭവിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഷോർട്ട് കവറിങ് കൂടെ വന്നപ്പോഴേക്കും അത് 23,400 മേളിലേക്ക് ഹിറ്റ് ചെയ്തു. അപ്പോൾ കളക്റ്റീവ്ലി കുറച്ച് ബയ്യേഴ്സ് അതിനകത്ത് കയറി. അപ്പോൾ ആ ബയ്യേഴ്സിൻ്റെ പൊസിഷൻ അവിടെ ലിറ്ററലി നിലനിൽപ്പുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത്, അപ്പോൾ മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം എന്ത് സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,240, 23,100, 23,240, 23,350, 23,440 റേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 440 ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത 440 മേളിലാണ്. അപ്പോൾ 350യും 440യും മാർക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം 440 to 520 ഇല്ലെങ്കിൽ 23,600 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലേക്ക് മൂവ് ചെയ്ത ലെവൽസ് ഇതാണ്. 600 റേഞ്ചിലേക്കാണ് പോയത്. അപ്പോൾ 23,600 ഓർ 23,800 മേളിൽ ക്ലോസ് ചെയ്താലാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുതിയ പൊസിഷൻസ് ബിൽഡ് ചെയ്യുക. സോ പുതിയ പൊസിഷൻ തൽക്കാലം ബിൽഡ് ചെയ്യുന്നില്ല. എന്നാൽ ലോങ് ടേം പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന സ്റ്റോക്സ്, ഇല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് സ്റ്റേബിൾ ആകുന്നുണ്ടെങ്കിൽ പോലും അത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റോക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദ്യത്തെ കുറച്ച് സ്റ്റോക്സ് തന്നെയാണ്. ഒന്ന് HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, അതായത് ബാങ്കിങ് സെക്ടർ. IT സെക്ടർ സ്റ്റിൽ വീക്കാണ്. ബാങ്കിങ് സെക്ടേഴ്സ് നോക്കുക എന്നുള്ളത്. TCS സപ്പോർട്ടിലെത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ TCS അക്യുമുലേറ്റ് ചെയ്യാം. അതായത് നിങ്ങളൊരു 20,000 റുപ്പീസിന് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്ന, സാധാരണമായി യൂഷ്വലി ബൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഒരു 5,000 ഇല്ലെങ്കിൽ 10,000 മാക്സിമം പൊസിഷൻ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആയിട്ടില്ല. മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ട്രംപ് സഖ്യകക്ഷികളോട് സംസാരിച്ചിരുന്നു. എന്താണ് അവിടെ സംസാരിച്ചിരുന്നത് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ ഈ ഹോർമസ് കടലിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ബ്രിട്ടൻ ആദ്യമേ നോ പറഞ്ഞു, ജർമ്മനി നോ പറഞ്ഞു, സ്വിറ്റ്സർലാൻഡ്, നാറ്റോ സഖ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത അവിടെ കാണിക്കുന്നില്ല. സോ ലിറ്ററലി ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ സിറ്റുവേഷൻ. ഈ ഒറ്റപ്പെടൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ കൂടുതൽ പുള്ളിക്കാരൻ കൂടുതൽ പാനിക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ പാനിക്കാക്കിക്കൊണ്ട് അവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മനിയുടെ മേളിലാണെങ്കിലും UKയുടെ മേളിൽ, യൂറോപ്യൻ കൺട്രീസിൻ്റെ മേളിൽ ഒക്കെ പുതിയ എക്സ്ട്രാ ടാരിഫ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രവണത അവിടെ വന്നേക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ വറിയിങ് ഫാക്ടർ. സോ ഒന്നും അടിപൊളിയല്ല, എന്നാൽ
തീരെ ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നോക്കാനുള്ള 23,800 എന്നുള്ള ലെവൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നമുക്ക് അവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. 23,440, 23,520, 600, 660 ഓർ 720 വരെ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താഴേക്കാണെങ്കിൽ 380, ഇന്നലത്തെ അതേ ലെവൽസ് 380, 240, 100, 22, 960 എന്നിങ്ങനെയുള്ള ലെവൽസ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള പൊസിഷൻ ബിൽഡ് ചെയ്യുക, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് എക്സ്പയറിയാണ്, എക്സ്പയറിയുടെ എക്സ്ട്രീം വോൾട്ടൈലിറ്റി കൂടെ അവിടെ മാർക്കറ്റിൽ വന്നേക്കാന്നുള്ളതാണ്. സോ അത് ആലോചിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പ്രീമിയത്തിന് ഒരു അരമണിക്കൂറിന് മേളിൽ ഹോൾഡ് ചെയ്യാതിരിക്കുക. നല്ല ട്രേഡാണ്. നിങ്ങളുടെ ഫേവറബിൾ കണ്ടീഷനിലാണെങ്കിൽ ഹോൾഡ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ സ്ക്വയർ ഓഫ് ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.